ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ടോക്കിംഗ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മളൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റേ ഉള്ളൂ, ഏകദേശം ഒരു 7 മണിയൊക്കെ ആവാനായിട്ട്. അപ്പൊ എണീറ്റ് ജസ്റ്റ് ഞാൻ ഉറങ്ങി എണീറ്റ് നേരത്തെ തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ ജസ്റ്റ് അനീനെയൊക്കെ നോക്കിയപ്പോൾ അനീ നല്ല ഉറക്കത്തിലാണ്. ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കട്ടെ. അപ്പൊ പുറത്തോട്ട് നോക്കുമ്പോണ്ട് നല്ല മഴക്കാറ് തന്നെയാട്ടോ. മഴ നല്ലോണം പെയ്യുന്നത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മഴയുണ്ടോ ഗൈസ്? എനിക്കിവിടെ നല്ല മഴയായിരുന്നു ഇന്നലെയും ഞാൻ നോക്കാം. അങ്ങനെ ഞങ്ങള് പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല ഇപ്പോൾ. കാരണം മഴ കൊണ്ട് ഭയങ്കര ഒരു ഇതുപോലെ ഇന്നത്തെ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ, മൂടി പുറത്ത് കിടക്കാന്നൊക്കെ അല്ലേ തോന്നുക. അതുപോലെ ഞാൻ കുറച്ച് വെള്ളം എന്നും രാവിലെ വെള്ളം കുടിക്കും കേട്ടോ. ഇങ്ങനെ വെള്ളം കുടിച്ചാൽ നല്ലതാട്ടോ. ഒന്ന് വായൊക്കെ നന്നായി കഴുകണം കേട്ടോ. അത് എന്നിട്ട് ഈ വെള്ളം കുടിച്ചാൽ നല്ലതാണ്. അങ്ങനെ വെള്ളമെല്ലാം കുടിച്ച് ഞാൻ അങ്ങ് പോകുമ്പോൾ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ബാത്റൂം എടുക്കുന്നുണ്ട്. അപ്പം അവരിങ്ങനെ ചുമര് കെട്ടുന്ന തേപ്പിന് വണ്ടി വന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് താഴോട്ട് ഇറങ്ങിയപ്പോൾ അവർ 7 മണിയൊക്കെ ആകുമ്പോൾ അവരും വരുമല്ലോ, ഉച്ചവരെയല്ലേ പണി ഉണ്ടാവുള്ളൂ. അപ്പം അതപ്പം വന്നതാണേ. ഞാൻ ജസ്റ്റ് താഴോട്ട് ഇറങ്ങിപ്പോയപ്പോൾ മുന്നിലോട്ട് നോക്കുമ്പോൾ അവിടെ 2-3 പണിക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ സിമെന്റെല്ലാം കുഴക്കുന്നു. അപ്പൊ വെയിലൊക്കെ ചെറുങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ മഴക്കാറ് ഭയങ്കരമായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പൊ മഴ തന്നെ. ഞാൻ ആവണിനെ പോയി കുറേ വിളിച്ചോട്ടോ. ആവണി നല്ല ഉറക്കത്തിലാണ്. ആവണി നല്ല വിളിച്ചു നോക്കി. അവള് നല്ല ഉറക്കം. 7 മണിക്കെല്ലാം വിളിച്ച അവൾ അവിടെ നിന്ന് എണീക്കാനാ. നല്ല ഉറക്കം തന്നെ. അങ്ങനെ പോടി പൊതിച്ച് ഉറങ്ങുകയാണേ. മഴയല്ല. പിന്നെ ജസ്റ്റ് അടുക്കളയിൽ പോയപ്പോൾ അമ്മ പുട്ട് ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നെ കറിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മെല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നല്ലോണം മുടിയൊക്കെ നന്നായി വാർന്നു കിട്ടും. രാവിലെ എണീച്ച് വന്നാല് മുടിയൊക്കെ ഒന്ന് വാർന്ന് കിട്ടും. നമ്മളെ കുറച്ച് ഡിസോർഡർ ആയിട്ട് കിടക്കുമല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് മുടി നന്നായി വാർന്ന് ഒരു മുടിക്കുടുക്കോ എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ ഇവിടെയൊക്കെ പുഴു കേട്ടോ പറയാ, മുറുക്കി കൊടുക്കുന്നതിന്. അതൊക്കെ എടുത്തിട്ട് തലയ്ക്ക്. അങ്ങനെ ഞാൻ മുകളിൽ എത്തിയതിന് ശേഷം വീണ്ടും അനീനെ വിളിക്കാം കേട്ടോ. അനി എന്നെ കുറേ വിളിച്ചു, പക്ഷെ അവൻ എണീക്കുന്നില്ല. ഞാൻ അവനെ കുറേ ചീത്ത പറഞ്ഞു, എന്നൊക്കെ എണീച്ചു. ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ രാവിലെ 2 തവണ കുളിക്ക് എന്നിട്ട് കുളിക്കും വേണം. അപ്പോൾ ഞാൻ പലയിടത്തും കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ അവൻ താഴോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം അവനെ ബാത്റൂമിൽ മറ്റെല്ലാം പോയി അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ. ഞാനിപ്പോ ഒന്നും അങ്ങനെ ഹെൽപ്പ് ചെയ്യില്ല. അവൻ എന്നെ സ്വന്തം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നോക്കുമ്പോൾ പണിക്കാരുള്ളതുകൊണ്ടും മഴയുള്ളതുകൊണ്ടും ഒരു ചടപ്പ് തന്നെയാണ്. അറിയാലോ, മഴ പെയ്താൽ പിന്നെ പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഭയങ്കര ചളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല. അങ്ങനെ അനിയുടെ എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവന് കുളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ രാവിലെ അവൻ കുളിക്കും കേട്ടോ. അവന്റെ കുളി എന്തായാലും മസ്റ്റാണ്. കുളിക്കും, ആവണിയും കുളിക്കും കേട്ടോ. അങ്ങനെ ആവണിനെ ഒന്നുകൂടെ എഴുന്നേൽപ്പിക്കണം, ഇവന്റെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അവന് വേഗം കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച് ആവണി 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 എണീക്കാവണി. ആവണി, ഗുഡ് മോർണിംഗ്. ഗൈസ്, പുട്ടാണിത്. അയ്യോ, ഗൈസ്, പുട്ട് എനിക്കിഷ്ടം പുട്ടാണ് ഗൈസ്. ഗൈസ്, കറി കടലയാണ്. നമുക്ക് പുട്ടും കടലയും കഴിക്കാം. ഗൈസ്, എനിക്കിഷ്ടമാണ്. അടിപൊളിയാണ്. ഗൈസ്, ആവണിച്ച് കുളിക്കാൻ പോയിരിക്കുകയാണ്. എണീച്ച് കളിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഗൈസ്? നല്ല ടേസ്റ്റ് ഉണ്ട് പുട്ട്. എല്ലാവർക്കും കഴിക്കാം. നിങ്ങൾക്ക് എന്താ പറയുക, ഏത് ഫുഡാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിഷ്ടം പുട്ടാണ് ഗൈസ്. നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ്, ഹായ് കടല.
കടലല്ലല്ലോ. ആ, ചെറുപയർ. പുട്ടും ചെറുപയറാണ് ഇഷ്ടം. പിന്നെ അനേക്ക് പുട്ടെടുത്ത് കൊടുത്തിട്ടോ. അവണി കുളിച്ചു വരുന്നേ ഉള്ളൂ. അവന് വിശക്കുന്നോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുട്ടെല്ലാം എടുത്തു കൊടുക്കുവാണേ. അപ്പം പുട്ടും ചെറുപയറും അവന് ഭയങ്കര ഇഷ്ടമുള്ളതാട്ടോ. എവിടെ നിന്ന് കൊടുത്താലും അവന് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് കുറേ കഴിക്കും. പിന്നെ ഒന്നും കഴിച്ചില്ലെങ്കിലും പുട്ടും ചെറുപയറും കണ്ട് നല്ലോണം കഴിക്കും. അപ്പം ഒരു കഷ്ണത്തിന്റെ കൂടെ ചെറിയ കഷ്ണം കൂടി അവൻ എന്തായാലും വാങ്ങിക്കും. പിന്നെ ചെറുപയർ ഇഷ്ടം. പിന്നെ എന്തെല്ലോ നിങ്ങളോട് പറയാട്ടോ. അപ്പൊ ഞാൻ നോക്കുമ്പോ ആവണി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അവളെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവളെ കുളിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് വിളക്ക് കത്തിച്ചിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് അവള് കുറിയെടുത്തിട്ട് കേട്ടോ. ഇതൊക്കെ നല്ല കാര്യമല്ലേ, കുട്ടികൾ ചെയ്യണം കേട്ടോ. കാണുന്നവരുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളായിട്ട് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ജപിക്കുന്നതൊക്കെ. ഞാൻ അതെല്ലാം കഴിഞ്ഞ് അവളെ ബ്രേക്കപ്പ് ഒക്കെ പുട്ട് കൊടുത്തപ്പോ പുട്ട് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒക്കെ ഈ വെള്ളാപ്പൊക്കെ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ചെറിയ കഷ്ണം പുട്ട് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ മുകളിൽ കുറച്ചുകൂടി ഇങ്ങനെ എന്നിട്ട് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ കൊണ്ട കൊടുത്തതാണേ. അങ്ങനെ അവൾക്ക് കൊടുത്തു. ഇനിയിപ്പോ ഞാൻ ആവണി വന്നതുകൊണ്ട് അവളെ കൂടെ ഇരുന്ന് കഴിക്കാൻ ഞാനും എന്റെ ഭക്ഷണമൊക്കെ എടുത്തു കേട്ടോ. അപ്പം പുട്ടും എനിക്ക് ഒരു പുട്ടും കഷ്ണമൊക്കെ വന്നു. അധികം വലിയ താല്പര്യമില്ല. പിന്നെ ആ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചധികം കഴിക്കുന്നു. ചെറുതാൻ്റെ കറിയൊന്നും വലിയ ഇഷ്ടമില്ല. എന്നാലും അത്യാവശ്യം എടുത്ത് കഴിച്ചിട്ടോ. നമുക്ക് നിലനിൽക്കണമല്ലോ, അതുകൊണ്ട് കുറച്ചെടുത്ത് കഴിച്ചപ്പോൾ ചായയും ഒരു കപ്പിലോട്ട് പാർന്നു. ഇത്രയേ വേണ്ടു. പിന്നെ ഇപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ നിൽക്കില്ല. എന്തെങ്കിലും ഫ്രൂട്ട്സോ പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മളിങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് കഴിക്കുക കേട്ടോ. അവിടെ അമ്മ വീണ്ടും പുട്ട് ചുടുന്നുണ്ട്. കാരണം ചുട്ടത് മതിയായിട്ടില്ലായിരുന്നു. പണിക്കാരുള്ളതുകൊണ്ട് അവർക്ക് കൂടി പുട്ട് ഇതാ കൊടുത്തു. ഇങ്ങോട്ടൊക്കെ എങ്ങനെയാട്ടോ, താഴത്തെ ചായക്ക് തന്നെ. അപ്പൊ ഞങ്ങൾ കുറേ ആവണീനായിട്ട് കുറേ ചിരിച്ച് കളിക്കുന്നത്, കുറെ കാര്യങ്ങൾ വിറ്റെല്ലാം പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ കുറെ ഭക്ഷണം കഴിക്കുക കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം എല്ലാം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ സംസാരിച്ച്. ഇതൊക്കെ നല്ല ഹോബിയാണ്. അങ്ങനെ അനി കഴിച്ചെല്ലാം കഴിഞ്ഞ് അവനെ കഴിക്കും. അപ്പം പുറത്തോട്ട് വീണ്ടും നോക്കുമ്പോ മഴക്കോള് തന്നെ. ഒന്ന് പേപ്പർ വായിക്കും. അനേ അനേയ അനേയേ പേപ്പർ വായിക്കുന്നേ. അനേയ എന്നോട് ഞാൻ പേപ്പർ വായിക്കാൻ പറഞ്ഞു. ആവണി ഒരു പേപ്പർ എല്ലാവർക്കും രണ്ടാക്കും കൂടിയാ വായിക്കുന്നേ. അത് ശരി. നല്ല മഴയും പേപ്പർ വായനയും. അതില് കളർ ചെയ്യാൻ പോയതാണ് കേട്ടോ. പോയി അതിനിടയിൽ പണിക്കാർ ചായക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ അവർക്ക് ചായ ഇട്ടു. നല്ല മഴയായിരുന്നു കേട്ടോ. അവർ ചായ കുടിക്കാൻ എന്താ മഴ. അവർക്ക് ചായയെല്ലാം കൊടുത്തു. ഇവിടെ കിട്ടും കറിയൊക്കെ തന്നെയാട്ടോ കൊടുക്കുക. കപ്പയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ വരച്ച ചിത്രം എല്ലാം കാണിച്ചു തന്നിട്ട് ഞാൻ പിന്നെ വേഗം അടുക്കളയിലേക്ക് പോയിട്ടോ. കാരണം എനിക്ക് ഉച്ചക്ക് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ചോറും കറിയൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വന്നു. ആവണി എന്നെ കുറെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അവളെ കൂടെ വന്നിട്ടുണ്ട്. ഇളയമ്മയും അമ്മയും കുറേച്ചൊക്കെ ചെയ്തിച്ച് പോയതാട്ടോ. അവരമ്മമ്മേൻ്റെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ അങ്ങോട്ട് പോയി. ഞാൻ വേഗം അടുക്കളയിൽ നിന്ന് എൻ്റെ എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കേട്ടോ ഞങ്ങൾ വെള്ളം ചൂടാക്കിയിട്ടില്ല. ഇങ്ങനെ ചൂടാക്കിയിട്ട് പ്ലാസ്റ്റിക് പാർന്നത്. അപ്പൊ കുറച്ച് കഴിയുമ്പോഴേ തണിയല്ലോ. അപ്പൊ അങ്ങനെ എടുത്തെടുത്ത് കുടിക്കും. ഇവർക്കെല്ലാം നന്നായിട്ട് വെള്ളം വേണം. അവനിക്കും അവനിക്കെല്ലാം. അപ്പൊ അങ്ങനെ എടുത്ത് തന്നെ കുടിക്കും. അപ്പൊ ഇതിങ്ങനെ ചൂടാക്കി ഇങ്ങനെ അതിലെടുത്ത് പാർന്ന് വെക്കൂട്ടാം. പിന്നെ ഞങ്ങളുടെ പഴയ തറവാട് വീടായതുകൊണ്ട് എത്ര വൃത്തിയാക്കിയാലും നന്നാവാമല്ലോ കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമ്മൾ വൃത്തിയാക്കി വെക്കും. പിന്നെ അറിയാമല്ലോ തറവാട് വീട് എങ്ങനെ ഉണ്ടാവും എന്നല്ലേ. പക്ഷെ നല്ല സുഖമാട്ടോ. മഴക്കാലത്തൊക്കെ ഇവിടെ നിൽക്കാൻ നല്ല രസമാട്ടോ. മഴ പെയ്യുന്ന സമയത്തൊക്കെ ചൂടും അധികം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആവണിയോട് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ആവണിക്ക് കുപ്പിയിൽ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ അവള് കഴുകി എടുത്തോന്ന് പറഞ്ഞ. അപ്പൊ തണിഞ്ഞ വെള്ളം ഉണ്ടായിരുന്നു അവിടെ. ഇന്നലെ രാത്രി ചൂടാക്കി വെച്ചപ്പോ അതെടുത്ത് അവളെ അതിലേക്ക് പാർന്ന് ഒഴിക്കുകയാണ്. അപ്പൊ അവർക്ക് രണ്ടാമത് കുടിക്കാലോ. ഇനി അടുത്ത് തണിയല്ലോ അവര് കുടിച്ചു കഴിയുന്നതിന്. അങ്ങനെ അതെല്ലാം കുടിച്ചു. അവിടെ എനിക്ക് അകറ്റി തരുവാൻ കേട്ടോ. അപ്പൊ എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. കാരണം എനിക്കതൊരു ഭയങ്കര ഹോബിയാണ്. എന്തെങ്കിലും ഒന്ന് വീണാൽ എന്നോട് കൂടെ പോയി തുടച്ചോണ്ട് നിൽക്കും. അതൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ വെള്ളം കാണാൻ വലിയ താല്പര്യമില്ല. ഞാനിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒക്കെ സോയാബി വേണമെന്ന് പറഞ്ഞാൽ മീൻ കിട്ടിയിട്ടില്ല. ഇന്ന് മഴയായതുകൊണ്ട് സോയാബി വേണമെന്ന് പറഞ്ഞാൽ സോയാബി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവളെ എനിക്ക് തേങ്ങ അതിന് ഞാൻ മിക്സാക്കി കൊടുത്തിട്ട് അവളൊക്കെ അരച്ച് തരാനേ. അതിൻ്റെ ഇടയിലമ്മയും അമ്മമ്മയുടെ കാര്യം കഴിഞ്ഞ് വന്ന് ഇങ്ങനത്തെ കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നുമില്ല, എന്നോട് പോയിപ്പോ അലങ്കാരമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ചെയ്തോന്ന് പറയുകയാണേ.
അപ്പം പണിക്കാരുള്ളതുകൊണ്ട് രാവിലെ അടിച്ചു പോയി കിടക്കാൻ പറ്റില്ല, അവർ പോയാലേ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് അവരെ പണിയെടുക്കും. ആവണി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ചെയ്യാനേ. അങ്ങനെ വീണ്ടും തുടക്കി തന്നെ ചെയ്യാം എന്ന്. കാരണം ഇങ്ങനെ ഓരോ നോക്കുമ്പോൾ വീണ്ടും പോയി തുടക്കുന്നുണ്ട്. അപ്പം സോയാബീൻ നന്നായിട്ട് റോസ്റ്റായിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ അതിൻ്റെ ഇടയിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടെ വെച്ചതാണ്. മൈക്കിൽ പാട്ടിട്ട് നല്ല രസമാണല്ലോ, അങ്ങനെ കുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാട്ടോ. അപ്പം പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ നല്ല പാട്ട് വെച്ചിട്ട്, അപ്പം നമ്മൾ ഇങ്ങനെ പാട്ട് വെച്ചാൽ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ചെയ്യുന്ന പണീൻ്റെ ആഗ്രഹത്ത് അറിയില്ല കേട്ടോ. നമ്മൾ നല്ല കൂളായിട്ട് വർക്ക് ചെയ്യും. അപ്പം സോയാബീൻ എന്തെല്ലാം കഴിഞ്ഞ് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇടുക. മോള് തന്നെ വത്തക്ക അടിക്കാൻ. നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കണ്ടി വത്തക്ക ജ്യൂസ് അടിക്കുന്നത് എന്നാലും സാറിന് വെച്ചപ്പോൾ ഞാൻ നീ ആക്കി അവർക്ക് ജ്യൂസായിട്ട് വേണ്ട, അവിടെ നിന്ന് ഉടച്ചൊടിച്ചു. അതിൻ്റെ ഇടയിൽ എനിക്ക് ക്യാരറ്റൊക്കെ ചിരകി തന്നിട്ടോ. എന്നിട്ട് അവിടെ ഞാൻ തുടയ്ക്കുന്ന അടിച്ച് വീണ്ടും എൻ്റെ അടുത്ത് വന്ന് തുടച്ചിലുണ്ടാക്കും. അങ്ങനെ ഓരോന്നെല്ലാം കഴിഞ്ഞ് ഞാൻ വേഗം എൻ്റെ പണിയില്ല തീർക്കാൻ 1 മണിയാവാനായിട്ടുണ്ട്. എൻ്റെ വർക്ക് തുടങ്ങാനായി. ഞാൻ പുറത്ത് നല്ല മഴ തന്നെ. എല്ലാം വൃത്തിയാക്കി ഗൈസ്, എല്ലാം ഇങ്ങനെ നീറ്റാക്കി ഇങ്ങനെ വെച്ചാൽ ഭയങ്കര സമാധാനം കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വന്ന് വലിച്ചിടും കേട്ടോ. എന്നാലത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വന്ന് ഒടുക്കി വെക്കും. അതാണ് എൻ്റെ പരിപാടി. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വയ്യപ്പുറത്തേക്കുള്ള, അതായത് അപ്പുറത്തേക്ക് പോകുന്ന വാതിലൊക്കെ അടച്ച് നോക്കുമ്പോൾ നേരെ 1:10 കുറച്ച് 5 മിനിറ്റ് ഫാസ്റ്റാണ് കേട്ടോ. 1:05 വൈകിട്ട് ഞാൻ എല്ലാം അടച്ചാണ്. അപ്പൊ അമ്മയും കൂടെ അലവയും കൂടെ ഈ അലക്കാനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ വേഗം മുന്നോട്ട് നടന്നു. എന്താ പറയാ, എൻ്റെ ഭാഗത്ത്. കാരണം എനിക്ക് ഇപ്പോൾ കുളിക്കണമെങ്കിൽ ബാത്റൂമിൻ്റെ അവിടെയാണ് അവരെന്തോ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല, ബാത്റൂം ഒഴിവില്ല. പിന്നെ ഫുൾ ചളിയൊക്കെ അല്ലേ. അപ്പോൾ എനിക്ക് എന്തായാലും അടിച്ചു വരിയിട്ട് കഴിഞ്ഞിട്ട് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് വർക്കിൻ്റെ ഇടയിൽ നേരം ഉണ്ടാവുന്നില്ല. എന്നാലും അമ്മ ഇടയിലുള്ളതുകൊണ്ട് അവരൊക്കെ ചെയ്തോളും. അങ്ങനെ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ അവരോട് TV നോക്കണം പറഞ്ഞതാണ് കേട്ടോ. TV ഒന്നും അധികം കാണാണ്ട് പോകാൻ പറഞ്ഞപ്പോൾ അവർ TV ഓഫാക്കി അപ്പുറത്തെ TV തുറക്കാൻ. അമ്മമ്മ കിടക്കുന്ന അവിടെ ഒരു TV അപ്പം അത് കാണട്ടെ പറഞ്ഞ് പോയത്. ഇന്നത്തെ TV അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവർ ചോറ് അലയം എടുത്തു കൊടുത്തിട്ട് അപ്പോൾ ചോറ് കഴിക്കുകയാണ്. അനിയും മറ്റേ ആക്കാൻ പച്ചച്ചോറവായിരുന്നു. അവൻ ഈ മുരിങ്ങേൻ്റെ ഇലട്ടൻ കറി വെച്ചിട്ടൊക്കെ പക്ഷെ അത് വലിയ ഇഷ്ടമല്ല. പച്ചച്ചോറ്. അപ്പം ഇളമയോട് മുട്ട പുഴുങ്ങിയത് വേണം, മീനില്ലാത്തതുകൊണ്ട് ഒരു ഇളമ മുട്ട പുഴുങ്ങുന്നവരെ ആക്കി കൊടുക്കുവാണ്. ആവണി മുട്ട പൊരിച്ചതെല്ലാം കൂട്ടും. അങ്ങനെ അവർ 2 മണി കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവര് മുറ്റത്തുനിന്ന് കളിക്കുമ്പോൾ ഒരു കൊറിയർ വന്നിട്ട് നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മള് കുറേ വിരുന്നാരെ ചിലർക്ക് ഇഷ്ടമുണ്ടാകുന്നത്. അപ്പൊ അവർ കുറേ ബന്ധുക്കൾ കേട്ടോ. അതൊക്കെ വന്നത് അമ്മമ്മേനെ കാണാൻ വന്നത്. അമ്മമ്മേൻ്റെ സൂക്കടൊക്കെ അറിയാൻ വേണ്ടി വന്നാട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഭയങ്കര അമ്മ വിളക്കെല്ലാം കത്തിച്ചു. കുറച്ച് കാവലി കുറച്ച് വിളിച്ച് കൊണ്ടുവന്നു. അനി എന്തോ കോൾഡ് കോഫി എന്തോ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ തന്നെ ഉണ്ടാക്കിയതാണ്. വായിലൊക്കെ കൊണ്ട് കഴിച്ചിട്ടുണ്ട്. അയ്യോ തീരെ ഞാനെങ്ങനെ കുളിച്ചെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ മാവഴിക്ക് തന്നാണേ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക് ആയിട്ടാണ്. ബ്രേക്ക് എടുത്ത സമയത്ത് ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിച്ചില്ല കേട്ടോ. ഈ ചോറ് കഴിക്കാൻ ഇരുന്നപ്പോഴേക്കും ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ചോറ് കഴിക്കാതെ, ചോറ് അങ്ങനെ കഴിക്കലില്ല, എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാതെ ചോറ് കഴിക്കാൻ നിൽക്കാതെ വേഗം കുളി കഴിച്ചു വന്നു കേട്ടോ. പണിക്കാർ പോയപ്പോൾ ഇളയമ അടിച്ചു വരെ തുടച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇളയമ എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നാണ്. ബ്രേക്ക് ആയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ടെല്ലാം കൊണ്ടു തന്നു. എന്നോട് പറഞ്ഞ് സ്പൂണോണ്ട് എടുത്ത് കഴിച്ച് ഉച്ചക്കൊന്നും കഴിച്ചിരുന്നു. അപ്പോൾ രാവിലത്തെ അതേ കിട്ടുന്ന എനിക്ക് ജസ്റ്റ് കറിയെല്ലാം കൂട്ടി കുഴച്ച് തന്നതാണ്. ഞാനത് നല്ല മാസം തന്നതാണ്. പിന്നെ ഒരാൾ എടുത്തുകൂടെ തരുകയും പഠിച്ചിരുന്നു നമുക്ക് ഭയങ്കര ഇഷ്ടമാവല്ലോ. അമ്മമാരൊക്കെ അങ്ങനെ ചെയ്യുന്ന അമ്മേൻ്റെ സ്റ്റാൻഡിലൊക്കെ ഇളയാൻ വെക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് രാത്രി 10 മണിയല്ലേ വർക്കെല്ലാം ചെയ്ത്. അതിൻ്റെ ഇടയിൽ ചേച്ചി കടല കൊണ്ടുവന്നിട്ട് കടല വർക്കല ഞാൻ വലിയ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വർക്കൊന്നും കൊടുത്തില്ല. അപ്പോൾ 10 മണിക്ക് എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പോൾ അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് എൻ്റെ വലിയ നടത്തി വാങ്ങി അങ്ങനെ സിസ്റ്ററിനെ ഓഫാക്കിയതിന് ശേഷം വർക്കെല്ലാം കുറച്ച് പണിയുണ്ട്. ഉപ്പ് വെച്ചിട്ടൊക്കെ കൊച്ചു കുട്ടിയെ തന്നെ വർക്ക് കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ നമ്മൾ കടല വർക്കിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ കേട്ടോ.
നിങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്തു നല്ല വീട്ടിൽ തന്നെ നല്ല ഫ്രഷായിട്ട് വറുത്തെടുക്കുന്നത്. അങ്ങനെ അതെല്ലാം അപ്പം നമ്മള് അടുക്കളയിലേക്ക് പോകും. അപ്പൊ അനയെ എന്തൊക്കെയോ അവിടുന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനിക്ക് കടല വറുത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി. എല്ലാം കഴിഞ്ഞു, എല്ലാം തുടച്ച് വൃത്തിയാക്കി വീണ്ടും എല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോയിട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പം ബൈ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.